എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഏത് കോളേജിലാണോ ഏത് കോഴ്സിലാണോ അലോട്ട്മെൻറ്റ് കിട്ടിയത് ആ ഒരു കോഴ്സുകൾ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ടെമ്പററി അഡ്മിഷനും അതല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനും എടുക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനും രണ്ടാമത്തെ ഓപ്ഷനുകളാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ എടുക്കാം. വിദ്യാർത്ഥികൾക്ക് അടുത്ത അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ഓപ്ഷനാണ് കിട്ടിയത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ടെമ്പററിയോ പെർമനൻറ്റ് അഡ്മിഷനോ എടുക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ടെമ്പററിയോ പെർമനൻറ്റോ അഡ്മിഷൻ എടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 4-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ജൂലൈ 4-ാം തീയതിക്ക് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള കോളേജുകളിൽ ടെമ്പററിയോ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ എടുക്കേണ്ടതാണ്. നിങ്ങളുടെ തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ജൂലൈ 14-ാം തീയതിയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻസ് എഡിറ്റ് ചെയ്യാനും ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനുമുള്ള സൗകര്യം വെബ്സൈറ്റിൽ ലഭ്യമാവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നിങ്ങളുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പരിശോധിക്കുന്നത്, അതുപോലെ തന്നെ ഈ ഒരു അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിച്ച ശേഷം നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതും അഡ്മിഷന് വേണ്ട ഡോക്യുമെൻറ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളതും ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ admissions.kannur-university.ac.in/FRY-UGADM2026/index.php എന്നുള്ള ഈ ഒരു പേജ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതേപോലെ കാണാൻ പറ്റും അഡ്മിഷൻ ഫോർ FIUGP ഇൻ കോളേജസ് ആൻഡ് FIIMB ഇൻ യൂണിവേഴ്സിറ്റി ടീച്ചിങ് ഡിപ്പാർട്ട്മെൻറ്റ്സ് 2026 എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ പിന്നീട് നിങ്ങളുടെ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു പേജിൽ തന്നെ സൈഡിലായിട്ട് ഇതേപോലെ കുറച്ച് നമ്പേഴ്സ് കാണാം. അപ്പോൾ ആ ഒരു നമ്പേഴ്സ് നിങ്ങൾ എന്താണോ കാണുന്നത് ആ ഒരു നമ്പേഴ്സ് ഇവിടെ എൻ്റർ വെരിഫിക്കേഷൻ കോഡ് എന്നുള്ള അവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സ്ഥലത്ത് കാണുന്ന ആ ഒരു നമ്പറാണ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം സൈൻ ഇൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സൈൻ ചെയ്ത് നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് പോകണം. അപ്പോൾ പ്രൊഫൈൽ പേജ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് കാണാൻ പറ്റും. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാറ്റുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അങ്ങനെ കാണിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏത് കോളേജിൽ ഏത് കോഴ്സിൽ എത്രാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്ന് കാണാൻ പറ്റും. അപ്പോൾ കൺഗ്രാറ്റുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ചവർ അതിന് താഴെയായിട്ട് ക്ലിക്ക് ഹിയർ ഫോർ പേയ്മെൻറ്റ് ലിങ്ക് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് ഫീ പേയ്മെൻറ്റ് ചെയ്യുക. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് ചില വിദ്യാർത്ഥികൾക്ക് ഇതേപോലെ ആയിരിക്കും. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ ഒരു വിദ്യാർത്ഥിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഹയർ ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാറ്റുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് ഇൻ ഹയർ ഓപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. ഹയർ ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു 5ാമത്തെ ഓപ്ഷൻ കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ 5ാമത്തെ ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ ഇപ്പോൾ ഒരു 3ാമത്തെ ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ആദ്യം കിട്ടിയ സീറ്റ് പോകുന്നതും പുതുതായിട്ട് കിട്ടുന്ന കോഴ്സിലേക്ക് നിങ്ങൾ അഡ്മിഷൻ ചേഞ്ച് ആവുന്നതുമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പുതുതായിട്ട് കിട്ടിയുള്ള ആ ഒരു കോളേജ് കോഴ്സിലാണ് നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് മറ്റൊരു ഹയർ ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാറ്റുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് ഇൻ ഹയർ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് കാണാം. ഏത് കോളേജിൽ ഏത് കോഴ്സിൽ എത്രാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെന്നൊക്കെ കാണാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ലിങ്ക് വന്നിട്ടുണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി ചില വിദ്യാർത്ഥികൾക്ക് നോ ചേഞ്ച് ഇൻ യുവർ അലോട്ട്മെൻറ്റ് എന്ന് വെച്ചാൽ ചില വിദ്യാർത്ഥികൾക്ക് ആദ്യം തന്നെ അലോട്ട്മെൻറ്റ് നിങ്ങൾക്കൊരു 5ാമത്തെ ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടാവും. എന്നാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും വന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് നോ ചേഞ്ച് ഇൻ യുവർ അലോട്ട്മെൻറ്റ് എന്ന് കാണിക്കുന്നത്. ഇനിയിപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റും 2 അലോട്ട്മെൻറ്റും കിട്ടാത്ത വിദ്യാർത്ഥികളുണ്ടാവും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നാണ് കാണാൻ പറ്റുക. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ തേർഡ് അലോട്ട്മെൻറ്റിന് മുന്നോടിയായിട്ടുള്ള എഡിറ്റിംഗ് ടൈമിൽ വല്ല എഡിറ്റുകളോ മറ്റോ ചെയ്യേണ്ടതുണ്ടെങ്കിലോ അതുപോലെ ആപ്ലിക്കേഷൻ വല്ല തെറ്റുകളോ മറ്റോ ഉണ്ടെങ്കിലോ അത് തിരുത്തുന്നതിനോ വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികളാണെങ്കിൽ കൺഗ്രാറ്റുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നും ഏത് കോളേജിൽ ഏത് കോഴ്സിൽ അലോട്ട്മെൻറ്റ് കിട്ടിയെന്നും കാണാൻ പറ്റും. അതിന് താഴെയായിട്ട് ക്ലിക്ക് ഹിയർ ഫോർ പേയ്മെൻറ്റ് എന്നുള്ള ലിങ്ക് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഗേറ്റ് പേ ആയിട്ടുള്ള SBI ePay ആ ഒരു ലിങ്ക് കാണാൻ പറ്റും. അതായത് ഒരു ബോക്സ് പോലെ ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് സെലക്ട് ആവുകയും താഴെ പേ നൗ ഓപ്ഷൻ വരികയും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കോ UPI ഉപയോഗിച്ചുകൊണ്ട് ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. 1035 രൂപയാണ് ഫീസ്. SC/ST വിദ്യാർത്ഥികൾക്ക് 960 രൂപയാണ് ഫീസ് വരുന്നത്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു
ഫീസ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു SBI Pay ഓപ്ഷൻ സെലക്ട് ചെയ്ത് പിന്നീട് ആ ഒരു പേയ്മെൻറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് പിന്നീട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കോ UPI ഉപയോഗിച്ചുകൊണ്ട് ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഫീ പേയ്മെൻറ്റ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ വന്നിട്ടുണ്ടാകും. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു റെസിപ്റ്റ് ഡീറ്റെയിൽസൊക്കെ നിങ്ങളുടെ പ്രൊഫൈൽ വന്നിട്ടുണ്ടാകും. അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ്സ് എന്നുള്ള മെനു ബാറിലെ ടാബിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് ആദ്യമായിട്ട് കിട്ടിയവർ മാത്രമേ ഫീസ് അടക്കണ്ടൂ. ഓൾറെഡി ഒരു തവണ ഫീസ് അടച്ചവർ വീണ്ടും ഫീസ് അടക്കേണ്ട ആവശ്യമില്ല. അവർക്ക് പ്രൊഫൈലിൽ അലോട്ട്മെൻറ്റ് മെമ്മോ വന്നിട്ടുണ്ടാവും. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കുക. അലോട്ട്മെൻറ്റ് മെമ്മോയിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജ് ഏതാണ്, കോഴ്സ് ഏതാണ്, നിങ്ങൾ അഡ്മിഷനായിട്ട് ഏത് ദിവസമാണ് പോവേണ്ടത്, ഇതുപോലുള്ള ഡീറ്റെയിൽസൊക്കെ അതിൽ കൃത്യമായിട്ട് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത്രമാത്രമാണ്. നിങ്ങൾക്ക് ആ ഒരു അലോട്ട്മെൻറ്റ് ലെറ്ററും എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഏത് കോളേജിലാണ് കിട്ടിയത്, ഏത് കോഴ്സിലാണ് കിട്ടിയത്, ആ ഒരു കോളേജിൽ പോയിട്ട് ഒന്നുകിൽ ടെമ്പററി അഡ്മിഷനോ അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനോ എടുക്കേണ്ടതാണ്. ടെമ്പററി അഡ്മിഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം കോളേജിൽ നിങ്ങൾ വേറെ ഫീസൊന്നും അടക്കേണ്ട ആവശ്യമില്ല. നേരെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് നേരെ പോയിട്ട് ടെമ്പററി അഡ്മിഷൻ എടുക്കാവുന്നതാണ്. എന്നാൽ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കുന്നതെങ്കിൽ വിദ്യാർത്ഥികൾ ഫീസ് അടച്ചുകൊണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഒന്നാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാം. ഇനി അതല്ല നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള ആ ഒരു കോഴ്സ് തന്നെ നിങ്ങൾ അഡ്മിഷൻ പെർമനൻറ്റ് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു ഫീസ് അടച്ച് നിങ്ങൾക്ക് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇനി അതേസമയം നിങ്ങൾക്ക് അടുത്ത തേർഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള വിദ്യാർത്ഥികളാണ്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ടെമ്പററി അഡ്മിഷൻ ആവശ്യമുള്ളവർക്ക് ടെമ്പററി അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഓപ്ഷൻ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് ആ ഒരു സീറ്റ് നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ നേടിയ ശേഷം ഹയർ ഓപ്ഷനുകൾ റിമൂവ് ചെയ്യണം. ഹയർ ഓപ്ഷൻസ് നിലനിർത്തി കഴിഞ്ഞാൽ അടുത്ത തേർഡ് അലോട്ട്മെൻറ്റിലേക്ക് നിങ്ങളെ പരിഗണിക്കുന്നതായിരിക്കും. അതുപോലെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രകാരമുള്ള അഡ്മിഷൻ ജൂലൈ 4-ാം തീയതി വരെയാണ് വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രകാരമുള്ള അഡ്മിഷൻ നടക്കുന്നത്. അതുപോലെ തന്നെ ഇതിനുശേഷം പിന്നീട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമുള്ള ആ ഒരു അഡ്മിഷന് ശേഷം പിന്നീട് ജൂലൈ 4-ാം തീയതി വരെയുള്ള അഡ്മിഷൻ കഴിഞ്ഞ ശേഷം പിന്നീട് വിദ്യാർത്ഥികൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിന് മുന്നോടിയായിട്ട് ഓപ്ഷൻ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം, അതുപോലെ തന്നെ വേണ്ട കോളേജ് കോഴ്സുകളൊക്കെ കൂട്ടിച്ചേർക്കാനോ അല്ലെങ്കിൽ റീ അറേഞ്ച് ചെയ്യാനോ ഒക്കെയുള്ള സൗകര്യം വിദ്യാർത്ഥികൾക്ക് ലഭ്യമാവുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷിക്കാത്തവർക്ക് പുതുതായിട്ട് അപേക്ഷിക്കാനുമുള്ള സൗകര്യം വിദ്യാർത്ഥികൾക്ക് ലഭ്യമാവുന്നതാണ്. അതുപോലെ തന്നെ അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് ജൂലൈ 14-ാം തീയതിയാണ് പ്രസിദ്ധീകരിക്കുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ വെബ്സൈറ്റിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ലാസ്റ്റ് ഇൻഡെക്സ് 2026-27 അഡ്മിഷൻ ക്ലിക്ക് ചെയ്യാൻ ലിങ്ക് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് കോഴ്സിൻ്റെ ലാസ്റ്റ് ഇൻഡെക്സ് ആണോ അറിയേണ്ടത് ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കോഴ്സിൻ്റെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു കോഴ്സിൽ ഓരോ കോളേജിലും ഏതൊക്കെ കോളേജ് ഉണ്ടോ ആ ഒരു കോളേജുകളിൽ ഏതൊക്കെ, അതായത് കാറ്റഗറി വിഭാഗത്തിൽ അലോട്ട്മെൻറ്റ് ഈ ഒരു തേർഡ് അല്ല സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷം അലോട്ട്മെൻറ്റ് ലഭിച്ച ഏറ്റവും അവസാനത്തെ ആ ഒരു വിദ്യാർത്ഥികളുടെ റാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാം. ഇത് ചിലത് ബ്ലാങ്ക് ആയിട്ട് കൊടുത്തതാണ്, കാരണം ആ ഒരു വിഭാഗത്തിൽ അലോട്ട്മെൻറ്റ് നടത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ആ ഒരു ബ്ലാങ്ക് ആയിട്ട് കാണിക്കുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അഡ്മിഷനായിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം എന്നുള്ളതാണ്. അഡ്മിഷനായിട്ട് വേണ്ട ഡോക്യുമെൻറ്റ്സ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയുന്നതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഇൻസ്ട്രക്ഷൻസ് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. അതായത് ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും FI UGP or FIMB ഇൻസ്ട്രക്ഷൻസ് ടു കാൻഡിഡേറ്റ് ക്ലിക്ക് ചെയ്യുക എന്നുള്ള ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും താഴെയായിട്ട് ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. അഡ്മിഷനായിട്ട് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച പ്രിൻ്റ് ഔട്ടാണ് ആവശ്യമുള്ളത്. അടുത്ത നിങ്ങളുടെ രജിസ്ട്രേഷൻ ഫീസ്, അതല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അപേക്ഷ നൽകുമ്പോൾ നിങ്ങൾ അടച്ച ഫീസിൻ്റെ റെസിപ്റ്റ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റെസിപ്റ്റാണ് രജിസ്ട്രേഷൻ ഫീസിൻ്റെ റെസിപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ സർവശാല അഡ്മിഷൻ ഫീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നിലവിൽ ഇപ്പോൾ 1035 രൂപയോ 960 രൂപയോ അടച്ചിട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫീസാണ് ഈ ഒരു രജിസ്ട്രേഷൻ ഫീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, രജിസ്ട്രേഷൻ അഡ്മിഷൻ ഫീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഇനി അടുത്തതായിട്ട് ഈ യോഗ്യത പരീക്ഷയുടെ മാർക്ക് ലിസ്റ്റുകളും സർട്ടിഫിക്കറ്റും, അതായത് പ്ലസ് ടുവിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടിയവർ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിലവിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് പ്ലസ് ടുവിൻ്റെ കിട്ടാത്തവർ നിങ്ങളുടെ റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്താൽ മതിയാകും. ഇനി അതുപോലെ തന്നെ നിങ്ങൾ ഏറ്റവും ലാസ്റ്റ് പഠിച്ച സ്ഥാപനത്തിൽ നിന്നുള്ള TC ആണ് വേണ്ടത്. TC എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ആണ്. അടുത്തത് നിങ്ങളുടെ കോഴ്സ് ആൻഡ് കോൺടാക്ട് സർട്ടിഫിക്കറ്റ്, അത് സ്വഭാവ സർട്ടിഫിക്കറ്റ് ആണ്. അതുപോലെ തന്നെ അടുത്തത് SC/ST വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിൽ വിദ്യാർത്ഥികൾ നിങ്ങളുടെ കമ്മ്യൂണിറ്റി അതുപോലെ തന്നെ കാസ്റ്റ് തെളിയിക്കാനായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് ആണ്. നോൺ ക്രിമിലെയർ എന്നാണ് അതിൻ്റെ പേര്, നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ്. അപ്പോൾ നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ അത് SC, BC, OBC വിഭാഗം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ EWS വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾ EWS സർട്ടിഫിക്കറ്റ് അതല്ലെങ്കിൽ അതായത് അന്യോജന സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഇൻകം അസറ്റ് സർട്ടിഫിക്കറ്റോ വില്ലേജ് ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റാണ് അഡ്മിഷൻ ടൈമിൽ ഹാജരാക്കേണ്ടത്. അതുപോലെ ഗ്രേസ് മാർക്കിന് അർഹതയുള്ള വിദ്യാർത്ഥികൾ അത് തെളിയിക്കുന്നതിനായിട്ട് ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റാണ് ഹാജരാക്കേണ്ടത്. അതുപോലെ അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങൾക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾ HSC, VHSC, THSC, NOS, കേരള ലിറ്ററസി മിഷൻ, അതുപോലെ തന്നെ CBSE, CISE തുല്യതാ പരീക്ഷ എന്നിവ ഒഴികെയുള്ളവർ എന്നിങ്ങനെയുള്ള ബോർഡുകൾ ഒഴികെയുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു റെക്കഗ്നേഷൻ സർട്ടിഫിക്കറ്റ് അഡ്മിഷൻ ടൈമിൽ ഹാജരാക്കണം. അതായത് ഇപ്പോൾ തമിഴ്നാട് ബോർഡിൽ നിന്നാണ് നിങ്ങൾ ഈ ഒരു പ്ലസ് ടു പാസ്സായതെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികളൊക്കെയാണ് റെക്കഗ്നേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടത്. അതായത് ഇതിൽ പറഞ്ഞിട്ടുള്ള അല്ലാത്ത ബോർഡുകളാണെങ്കിലാണ് അന്ന് കേരളത്തിലെ ഹയർ സെക്കൻഡറി ബോർഡ്, അതുപോലെ തന്നെ അടുത്ത വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, അതുപോലെ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി, അതുപോലെ തന്നെ NIOS, കേരള ലിറ്ററസി മിഷൻ, CBSE, CISE തുല്യതാ പരീക്ഷ എന്നിവ ഒഴികെയുള്ളവർ ആണ് ഈ ഒരു റെക്കഗ്നേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് അതത് ജില്ലകളിൽ സർക്കാർ എയ്ഡഡ് കോളേജിലെ പ്രവേശനത്തിന് 10 മാർക്ക് വെയിറ്റേജ് ക്ലെയിം ചെയ്യുന്നവർക്കും, അതുപോലെ തന്നെ വയനാട് ജില്ലയിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ പ്രവേശനത്തിൻ്റെ 20 മാർക്ക് വെയിറ്റേജ് ക്ലെയിം ചെയ്യുന്ന വയനാട് ജില്ലക്കാരായ ST വിഭാഗം വിദ്യാർത്ഥികൾക്കും നേറ്റിവിറ്റി തെളിയിക്കുന്നതിനായിട്ട് ഏതെങ്കിലും ഒരു രേഖ വേണം. SSLC സർട്ടിഫിക്കറ്റിൽ നിങ്ങൾ ജനിച്ച പ്ലേസ് കേരളത്തിലുള്ളത് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് മതിയാകും. ഇല്ലെങ്കിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. ഇനി അപേക്ഷകളിൽ രേഖപ്പെടുത്തിയ മറ്റേതെങ്കിലും ക്ലെയിം തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ തന്നെ OEC വിഭാഗത്തിൽപ്പെടുന്ന അപേക്ഷകരെ SC/ST വിഭാഗത്തിൽ ഒഴിവുള്ള സീറ്റിലേക്ക് പരിഗണിക്കുന്നതിന് കമ്മ്യൂണിറ്റി തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള രേഖ, അതല്ലെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് എന്നിവ ഹാജരാക്കേണ്ടതാണ്. ഇതിൻ്റെ കൂടെ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കുന്നതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ആ ഒരു പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫീസ് കൂടി നിങ്ങൾ എടുക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.